സത്യം പറഞ്ഞാൽ ഇത്രയും ഭംഗിയുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹൈ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ജാസ്മിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. എളുപ്പമല്ല കേട്ടാ. നിങ്ങളിത് ഓൺലൈനിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരോട് വില പേശാനും നിൽക്കണ്ട, കാരണം അത്രയ്ക്ക് പാടാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പ്രധാനമായിട്ടും വേണ്ടത് ക്ഷമയാണ്. പിന്നെ വേണ്ടത് മെറ്റീരിയൽസും. ഇതുപോലത്തെ ഫോമറിൻ ഷീറ്റ്സ് ആണ് നമുക്കിതിന് വേണ്ടി വേണ്ടത്. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു പഞ്ചിങ് മെഷീനും വേണം. ഇതിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽസ് ഒന്നും കിട്ടാനേ ഇല്ല. കാരണം ഇത് അത്യാവശ്യം ട്രെൻഡിങ്ങിലുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. മാത്രമല്ല മെറ്റീരിയൽസിന് അത്യാവശ്യം പ്രൈസും ഉണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഷീറ്റ് ഐവറിയും ഒലീവും ആണ്. ഈ പഞ്ചിങ് മെഷീൻ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പൂവിന്റെ ഷേപ്പിൽ ഇത് വരും. ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ചെറുപറാന്ന് പ്രസ് ചെയ്ത് ഷീറ്റ് കളയരുത്. അടുപ്പിച്ച് പ്രസ് ചെയ്ത് മാക്സിമം ഇതുപോലത്തെ പൂവിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ചെയ്യണോണ്ട് കുറച്ചൊക്കെ അശ്രദ്ധ മൂലം മിസ്സായിട്ടുണ്ട്. അപ്പൊ ഇത്രയും പൂക്കളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഒലീവ് ഗ്രീൻ ഷീറ്റിനെ ഇതുപോലെ നീളത്തിൽ ആദ്യം കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് വീണ്ടും സ്റ്റെമ്മിന് വേണ്ട ഒരു പരുവത്തിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യുക. നമുക്ക് വേണ്ടത് ഒരു അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് ഒരുപാട് ചൂടിൽ വെക്കരുത്, ചെറിയൊരു ചൂട് മതി. എന്നിട്ട് നമ്മുടെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് തനിയെ അതിങ്ങനെ ചുരുണ്ട് ശൃംഗായിട്ട് വരും. ഓരോന്നോരോന്ന് ഇട്ടിട്ട് നിന്നാലും ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ അയൺ ബോക്സ് സെറ്റ് ചെയ്തിട്ട് ഒരു 3-4 ഒരുമിച്ചിട്ടിട്ടാണ് ചെയ്തത്. അങ്ങനെ അതാ എല്ലാ പൂവും ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്തത് റെക്കോർഡ് ആയിട്ടില്ല എന്നുള്ള സത്യം ഈ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഈ പൂ എങ്ങനെയായെന്നുള്ളത് ചെറുതായിട്ട് മിസ്സായിട്ടുണ്ട്. ഹോട്ട് ഗ്ലൂ വെച്ച് 2 പെറ്റൽസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റെമ്മും അതുപോലെ തന്നെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ പൂ എങ്ങനെ കെട്ടിയെന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് കെട്ടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കെട്ടിയത്. ഓണൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ശരി.